അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മൊഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതിനകത്ത് മദർ ബോർഡ് എന്താന്ന് പറഞ്ഞു, മദർ ബോർഡിലെ കമ്പോണൻസ് ഏതൊക്കെയെന്നുള്ളതായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? ഏതൊക്കെ നമ്മൾ പറഞ്ഞത്? CPU പറഞ്ഞു, റാം പറഞ്ഞു അല്ലേ? CPUവിന്റെ ഫുൾ എന്തായിരുന്നു? CPUവിന്റെ കമ്പോണൻസ് കൺട്രോൾ യൂണിറ്റ്, ALU ആൻഡ് രജിസ്റ്റേഴ്സ്. പിന്നെ മെമ്മറി എന്താന്ന് പറഞ്ഞു. മെമ്മറി നമുക്ക് രണ്ട് ടൈപ്പ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി മെമ്മറി. പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ അതാണ് മെയിൻ മെമ്മറി. അതിൽ നമ്മുടെ കമ്പ്യൂട്ടർ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള പ്രോഗ്രാംസും ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാം ലോഡ് ചെയ്യുന്നത് പ്രൈമറി മെമ്മറിയിലാന്ന് പറഞ്ഞു. പ്രൈമറി മെമ്മറി രണ്ട് ടൈപ്പ് ഉണ്ട്, റാമും റോമും. റാം തന്നെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എസ് റാം ആൻഡ് ഡി റാം. എസ് റാം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് റാം, ഡി റാം എന്ന് പറഞ്ഞാൽ ഡൈനാമിക് റാം. എസ് റാം ആണ് കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിട്ടുള്ള റാം, ക്യാഷ് മെമ്മറിയിലാണ് നമ്മൾ യൂസ് ചെയ്യാന്നുള്ളത് പറഞ്ഞു. ഡി റാം ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന മെയിൻ മെമ്മറീസ് എല്ലാം ഡി റാം ആണ്. ഡി റാമിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അസിൻക്രണസ് ഡി റാം ആൻഡ് സിൻക്രണസ് ഡി റാം. അസിൻക്രണസ് ഡി റാം എന്ന് പറഞ്ഞാൽ അസിൻക്രണസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അതായത് കമ്പ്യൂട്ടറിന്റെ ഒരു ക്ലോക്ക് സിഗ്നലുമായിട്ട് ഒരു ബന്ധമില്ലാതെയാണ് അസിൻക്രണസ് ഡി റാം വർക്ക് ചെയ്യുന്നത്. സിൻക്രണസ് ഡി റാം എന്ന് പറഞ്ഞാൽ ഒരു CPUവിന്റെ ക്ലോക്ക് ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അതായത് ടൈമിനും കൂടെ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ സിൻക്രണസ് ഡി റാമിൽ DDR3 ആൻഡ് DDR4 നമ്മൾ ഡിസ്കസ് ചെയ്തത്. DDR3 എന്ന് പറഞ്ഞാൽ ഡബിൾ ഡാറ്റ റേറ്റ് ആണ്, അതായത് ഒരു സിഗ്നലിൻ്റെ അകത്ത് തന്നെ നമ്മൾ അതിൻ്റെ റൈസിങ് എഡ്ജിലും ഫോളിങ് എഡ്ജിലും ഓരോ ബിറ്റ് വെച്ചിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പറ്റിയ ടൈം തന്നെ നമുക്ക് 2 ബിറ്റ് വെച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് ഡബിൾ ഡാറ്റ റേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ DDR4 എന്താന്ന് പറഞ്ഞു, രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ. ഇത്രയല്ലേ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത് അല്ലേ? അത് ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പോർഷനിലേക്ക് കടക്കട്ടെ ഞാൻ. ഓക്കെ, അപ്പോൾ മദർ ബോർഡിലെ കമ്പോണൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ CPU പറഞ്ഞു, പിന്നെ റാം സ്ലോട്ട് പറഞ്ഞു. നെക്സ്റ്റ് വരുന്നതാണ് സൗത്ത് ബ്രിഡ്ജ് ആൻഡ് നോർത്ത് ബ്രിഡ്ജ്. ഓക്കെ, സൗത്ത് ബ്രിഡ്ജ് ആൻഡ് നോർത്ത് ബ്രിഡ്ജ്. അപ്പോൾ ഈ ഒരു പിക്ചറിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ നോർത്ത് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. കാണുന്നില്ലേ? ഇതാണ് നോർത്ത് ബ്രിഡ്ജ്, ഇതാണ് സൗത്ത് ബ്രിഡ്ജ്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് നോർത്ത് ബ്രിഡ്ജ്, ഇതാണ് സൗത്ത് ബ്രിഡ്ജ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് നോർത്ത് ബ്രിഡ്ജിനെ കുറിച്ചാണ്. അപ്പം നോർത്ത് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതെന്താണ്, ഈ പോർഷൻ എന്താ ഈ കാണുന്നത്? ഹലോ, കേൾക്കുന്നില്ലേ? ഈ പോർഷൻ എന്താ? പ്രൊസസ്സർ അല്ലെങ്കിൽ CPU വെക്കുന്ന പോർഷനാണ് ഇത്, CPU സോക്കറ്റ്. അതുപോലെ ഇവിടെയാണ് നമ്മൾ റാം എന്ന് പറഞ്ഞത്, അതായത് മെയിൻ മെമ്മറീസ് ഒക്കെ ഉണ്ടാവുന്നത് ഈ ബ്ലൂ കളർ കാണുന്ന ഈ സ്ലോട്ടിൻ്റെ ഉള്ളിലാണ് നമ്മൾ മെയിൻ മെമ്മറി ഫിക്സ് ചെയ്യാറ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിന് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ചിപ്പാണ് നോർത്ത് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഈ ഒരു സിൽവർ കളർ, ഇതൊരു ഹീറ്റ് സിങ്ക് ആണ് അതിന് മുകളിലുള്ള. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, നോർത്ത് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോർത്ത് ബ്രിഡ്ജ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് പ്രൊസസ്സറും അതുപോലെ മെയിൻ മെമ്മറി ഇവ തമ്മിലുള്ള ഡാറ്റ ട്രാൻസ്ഫർ ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ നോർത്ത് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. പ്രൊസസ്സർ അതുപോലെ മെയിൻ മെമ്മറി, അതായത് പ്രൊസസ്സറിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ നോർത്ത് ബ്രിഡ്ജ് നിൽക്കുന്നത്. അപ്പോൾ പ്രൊസസ്സറും മെയിൻ മെമ്മറി ഇവയുടെ ഇടയിലുള്ള ഡാറ്റ ട്രാൻസ്ഫറിങ്ങിനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് നോർത്ത് ബ്രിഡ്ജ് എന്ന് പറയുന്നത്.
നോർത്ത് ബ്രിഡ്ജ് ഈസ് എ ചിപ്പ് ദാറ്റ് ഇസ് എ പാർട്ട് ഓഫ് കമ്പ്യൂട്ടേഴ്സ് മദർ ബോർഡ്. കമ്പ്യൂട്ടറിന്റെ മദർ ബോർഡിലുള്ള ഒരു ചിപ്പാണ് നോർത്ത് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അത് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് പ്രൊസസ്സറിനെയും അതായത് CPU-നെയും മെമ്മറിനെയും പിന്നെ ഹൈ സ്പീഡ് പെരിഫറൽസ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ ഇതിനൊക്കെ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നോർത്ത് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു നോർത്ത് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ പ്രൊസസ്സറിൻ്റെയും അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിൻ്റെയും ഇടയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഹബ്ബായിട്ടാണ് നോർത്ത് ബ്രിഡ്ജ് വർക്ക് ചെയ്യുന്നത്. നോർത്ത് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് മദർ ബോർഡിൽ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ട് തന്നെയാണ്. കാരണം എന്താ, പ്രൊസസ്സർ മെമ്മറിനായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ നോർത്ത് ബ്രിഡ്ജിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നോർത്ത് ബ്രിഡ്ജ് മെയിനായിട്ട് അതിൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ, അതായത് പ്രൊസസ്സറും മെമ്മറിയും തമ്മിലുള്ള ഡാറ്റ ട്രാൻസ്ഫർ, അതിനെ കൺട്രോൾ ചെയ്യുക, അതിനെ മാനേജ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആണ് നോർത്ത് ബ്രിഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ നോർത്ത് ബ്രിഡ്ജ് ആൻഡ് സെൻട്രൽ CPU രണ്ടും വളരെ ക്ലോസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നോർത്ത് ബ്രിഡ്ജ് CPU-നായിട്ട് ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കുന്നുണ്ട്, നമ്മൾ ആ പിക്ചറിൽ കണ്ട പോലെ. ഓക്കെ, ഇതാണ് നമ്മുടെ നോർത്ത് ബ്രിഡ്ജ്. അപ്പോൾ നോർത്ത് ബ്രിഡ്ജ് നമുക്കറിയാം പ്രൊസസ്സറിൻ്റെ തൊട്ടടുത്താണുള്ളത്. ഇവിടെയാണ് മെമ്മറി. അപ്പോൾ ഈ മെമ്മറി സ്ലോട്ടിനകത്താണ് നമ്മൾ റാം ഒക്കെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ മെമ്മറിയിൽ നിന്നുള്ള ഇൻഫർമേഷനെ പെട്ടെന്ന് പ്രൊസസ്സറിൽ നിന്ന് എടുത്തിട്ട് മെമ്മറിയിലുള്ള ഇൻഫർമേഷനെ പ്രൊസസ്സറിലേക്ക് എത്തിച്ചു കൊടുക്കുക, അതുപോലെ പ്രൊസസ്സറിൽ ചെയ്യുന്ന ഇൻഫർമേഷനൊക്കെ മെമ്മറിയിലേക്ക് തിരിച്ചെത്തിച്ചു കൊടുക്കുക. ഇങ്ങനത്തെ എല്ലാ ഡാറ്റ ട്രാൻസ്ഫർ, ഈ പ്രൊസസ്സറും മെമ്മറിയും തമ്മിലുള്ള ഡാറ്റ ട്രാൻസ്ഫർ കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ നോർത്ത് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പോൾ പ്രൊസസ്സറിൻ്റെ CPU-നായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട് ആർക്ക്? നോർത്ത് ബ്രിഡ്ജിന്. CPU-ൻ്റെ തൊട്ടടുത്താണ് നോർത്ത് ബ്രിഡ്ജ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. CPU-യുമായിട്ടൊരു ഡയറക്റ്റ് കണക്ഷൻ ഇവ തമ്മിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നോർത്ത് ബ്രിഡ്ജ് ക്ലിയർ അല്ലേ? അല്ലേ? ഈ നോർത്ത് ബ്രിഡ്ജ് നമ്മൾ മെമ്മറിനായിട്ട് കണക്ട് ചെയ്യുന്നത് ഒരു ഫ്രണ്ട് സൈഡ് ബസ് വെച്ചിട്ടാണ്. ബസ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു പാത്ത് വേ. അങ്ങനെ ഒരു ബസ് ത്രൂ ആണ് ഈ നോർത്ത് ബ്രിഡ്ജും അതുപോലെ മെമ്മറി തമ്മിലൊക്കെ പരസ്പരം കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പിക്ചർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു മദർ ബോർഡിൻ്റെ ബാക്ക് പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ബോട്ടം. അപ്പോൾ ഇതിനകത്ത് കണ്ടില്ലേ ഇങ്ങനെ കുറേ ബസ് കാണുന്നില്ലേ, ഇങ്ങനെ ലൈനുകൾ കാണുന്നില്ലേ? ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ ലൈനുകൾ കാണാൻ സാധിക്കും. ഇതാണ് ബസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സിസ്റ്റം ബസ്. അതായത് മെമ്മറിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഡാറ്റ ഇങ്ങനെ ഈ ഒരു ലൈനിലൂടെ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് പ്രൊസസ്സറിലേക്ക് കൊടുക്കുക. തിരിച്ച് പ്രൊസസ്സറിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഈ സിസ്റ്റം ബസ്സിലൂടെയാണ് നമ്മൾ റാമിലേക്ക്, മെയിൻ മെമ്മറിയിലേക്കും കൊടുക്കുന്നത്. അതാണ് ഇവിടെ പറയണത്. ഓക്കെ, അപ്പോൾ ഒരു ഫ്രണ്ട് സൈഡ് ബസ് ഉണ്ട്, ഒരു മെമ്മറി ബസ് ഉണ്ട്. അത് വെച്ചിട്ടാണ് നോർത്ത് ബ്രിഡ്ജ് മെമ്മറിനായിട്ടുള്ള കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാത്ത് വേ ആണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് CPU മെമ്മറിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്ത് വേ ആണ് ബസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോർത്ത് ബ്രിഡ്ജാണ് CPU അതുപോലെ മെമ്മറി പിന്നെ അതുപോലെ ഗ്രാഫിക്സ് കാർഡ് ഓക്കെ ഇങ്ങനെയുള്ള ഇതിനെല്ലാം തമ്മിലുള്ള കണക്ഷൻ. അതായത് ഗ്രാഫിക്സ് കാർഡൊക്കെ എപ്പോഴും ഏറ്റവും സ്പീഡിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഡിവൈസുകൾ തമ്മിലുള്ള കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നോർത്ത് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതായത് ഹൈ സ്പീഡ് ഇൻ്റർഫേസ് നമ്മൾ പറഞ്ഞു, ഹൈ സ്പീഡുള്ള ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നോർത്ത് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ AGP നമ്മൾ ഇനി എന്താണെന്ന് പഠിക്കൂട്ടാ, ആക്സിലറേറ്റഡ് ഗ്രാഫിക്സ് പോർട്ട്. അതായത് ഗ്രാഫിക്സ് കാർഡൊക്കെ പ്ലേസ് ചെയ്യുന്ന ഒരു പോർട്ടാണ് AGP എന്ന് പറയുന്നത്. അതുപോലെ PCIs ഇങ്ങനെയുള്ള സ്പീഡ് ആവശ്യമായിട്ടുള്ള ഡിവൈസുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നതാണ് നോർത്ത് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഇതൊക്കെ നമ്മൾ കുറച്ച് മുന്നത്തെ മദർ ബോർഡിലൊക്കെയാണ് നമുക്ക് ഇതുപോലെ നോർത്ത് ബ്രിഡ്ജ് സൗത്ത് ബ്രിഡ്ജ് ഒക്കെ സെപ്പറേറ്റ് കാണാൻ വേണ്ടി സാധിക്കുക. ഇപ്പോൾ ഈ ടെക്നോളജി അഡ്വാൻസ് ചെയ്തതോടുകൂടി നോർത്ത് ബ്രിഡ്ജിൻ്റെ ഫംഗ്ഷനൊക്കെ ഇപ്പോൾ CPU-ൻ്റെ ഉള്ളിൽ, അതായത് പ്രൊസസ്സറിൻ്റെ ഉള്ളിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഈ സെപ്പറേറ്റ് ചിപ്പൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മദർ ബോർഡിൻ്റെ അകത്ത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഇപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നതോടുകൂടി എന്തായി, അതിൻ്റെ പവർ കൺസെപ്ഷൻ, അതായത് മദർ ബോർഡിൽ ഇപ്പോൾ മറ്റേത് സൗത്ത് ബ്രിഡ്ജ് സെപ്പറേറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ നോർത്ത് ബ്രിഡ്ജ് സെപ്പറേറ്റ് ആണെങ്കിൽ അതിന് മാത്രമായിട്ട് പവർ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒക്കെ ആവശ്യം കുറേയൊക്കെ നമുക്ക് എന്ത് ചെയ്യും, പവർ കൺസെപ്ഷൻ കുറക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ടെക്നോളജി അഡ്വാൻസ് ചെയ്തതോടുകൂടി ഇപ്പോൾ സെപ്പറേറ്റ് നോർത്ത് ബ്രിഡ്ജ് ഒന്നുമില്ല, CPU-ൻ്റെ കൂടെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ അതൊരു കൺട്രോൾ ഹബ്ബ്, ഒരു പ്ലാറ്റ്ഫോം കൺട്രോൾ ഹബ്ബിലൊക്കെയാണ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ നോർത്ത് ബ്രിഡ്ജ് ഇപ്പോൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വന്നതോട് കൂടിയിട്ട് തന്നെ നമുക്ക് എന്ത് ഈ പവർ കൺസെപ്ഷനൊക്കെ കുറക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ എനർജി എഫിഷ്യൻറ്റ് സിസ്റ്റം ഇതോടുകൂടി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കഴിയും. ക്ലിയർ അല്ലേ എന്താണ് നോർത്ത് ബ്രിഡ്ജ് എന്നുള്ളത്?
ഓക്കെ. ഇപ്പോൾ നോർത്ത് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ മദർ ബോർഡിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഈ നോർത്ത് ബ്രിഡ്ജിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് പ്രോസസ്സറും പിന്നെ മെമ്മറിയും അതുപോലെ നമ്മൾ പറഞ്ഞ AGP, ഇതാണ് AGP സ്ലോട്ട്. AGP ഇവിടെയാണ് നമ്മൾ ഗ്രാഫിക്സ്, ഇപ്പോൾ നമ്മൾ 3D ഈ ഓട്ടോക്യാഡ് പോലുള്ള ആനിമേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കമ്പ്യൂട്ടറിലാണെങ്കിൽ നമുക്ക് AGPൻ്റെ ഈ ഒരു കാർഡും കൂടെ ഇവിടെ പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഹൈ സ്പീഡ് ഡിവൈസുകളാണ് ഇതിൻ്റെ ഈ സ്ലോട്ടിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇവ തമ്മിലുള്ള പരസ്പരം കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യണത് തമ്മിലുള്ള പ്രോസസ്സറിന് നേരെ മെമ്മറിയിലേക്കും, മെമ്മറി എന്നുള്ള ഡാറ്റ നേരെ പ്രോസസ്സറിലേക്കും, അതുപോലെ AGP എന്നുള്ള ഡാറ്റാസ് പ്രോസസ്സറിലേക്കും മെമ്മറിയിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി, കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ചിപ്പാണ് നോർത്ത് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ നോർത്ത് ബ്രിഡ്ജ്? ക്ലിയർ? ഹലോ? ആ, നെക്സ്റ്റ് ആണ് സൗത്ത് ബ്രിഡ്ജ്. ഓക്കെ, സൗത്ത് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞു നോർത്ത് ബ്രിഡ്ജ് എപ്പോഴും പ്രോസസ്സറിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. സൗത്ത് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഡിവൈസുകളിലേക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് സൗത്ത് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇങ്ങനെ കുറേ ചിപ്പുകളും കുറേ പ്രൊസസ്സേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യണം അല്ലേ, അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് എന്താണ് സൗത്ത് ബ്രിഡ്ജ്. സൗത്ത് ബ്രിഡ്ജ് മെയിനായിട്ട് ഈ PCI സ്ലോട്ട് ഇവിടെ കാണുന്നില്ല ഒരു വൈറ്റ് കളറിൽ, ഇതാണ് PCI സ്ലോട്ട്. നമ്മൾ എന്താണെന്നുള്ളത് പഠിക്കൂട്ടാ. PCI സ്ലോട്ടിൻ്റെ അകത്താണ് നമ്മൾ ഓഡിയോ കാർഡ്, വീഡിയോ കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ NIC കാർഡ്, ഇങ്ങനെ ഒരുപാട് കാർഡുകൾ ഇതിനുള്ളിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇവ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് സൗത്ത് ബ്രിഡ്ജ്. അതുപോലെ നമുക്ക് കീബോർഡ്, മൗസ് ഇവ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് സൗത്ത് ബ്രിഡ്ജ്. അതായത് പൊതുവെ സ്ലോ ആയിട്ടുള്ള ഡിവൈസുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്തതാണ് സൗത്ത് ബ്രിഡ്ജിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൗത്ത് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിലുള്ള ഒരു കമ്പോണൻ്റ് ആണ്. അത് വേരിയസ് പെരിഫറൽ ഡിവൈസസ്, അതായത് പെരിഫറൽ ഡിവൈസ് എന്ന് പറഞ്ഞാൽ USB പോർട്ട്, നമ്മുടെ ഓഡിയോ പോർട്ട്, സീരിയൽ പോർട്ട്, ഇങ്ങനെയുള്ള ഓരോ പോർട്ടുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സൗത്ത് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് CPU, ഇറ്റ് ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ CPU, അതേപോലെ CPUവും പെരിഫറൽ ഡിവൈസും തമ്മിലുള്ള ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സൗത്ത് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. നമ്മൾ നോർത്ത് ബ്രിഡ്ജ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് CPU, മെമ്മറി, അതുപോലെ AGP ഗ്രാഫിക്സ് കാർഡ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഇവിടെ സൗത്ത് ബ്രിഡ്ജ് എന്ന് പറയുന്നത് CPUവും പിന്നെ അതുപോലെ പെരിഫറൽ ഡിവൈസ് പറഞ്ഞാൽ കീബോർഡ്, മൗസ്, ഇങ്ങനെയുള്ള അത് പൊതുവെ സ്ലോ ആണ് അതിൻ്റെ പ്രവർത്തനം. അതുപോലുള്ള പെരിഫറൽ ഡിവൈസും CPUവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സൗത്ത് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൗത്ത് ബ്രിഡ്ജ് വെച്ചിട്ട് നമുക്ക് വൈഡ് റേഞ്ച് ഓഫ് പെരിഫറൽ ഡിവൈസിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിന് ഒരു എക്സാമ്പിളാണ് USB പോർട്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോർട്ടുകളൊക്കെ പഠിക്കും കേട്ടോ. അപ്പോൾ USB പോർട്ടൊക്കെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് കീബോർഡിനെ കണക്ട് ചെയ്യുക, മൈക്കിനെ കണക്ട് ചെയ്യുക, പ്രിൻ്റർ കണക്ട് ചെയ്യുക, അതൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻഡ് പോയിന്റ് ആണ് USB പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് സൗത്ത് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ഇതുപോലെ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൗത്ത് ബ്രിഡ്ജും ഇപ്പോൾ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മദർ ബോർഡുമായിട്ട് എന്താ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ ഈ സൗത്ത് ബ്രിഡ്ജ് ഒരിക്കലും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യുക, അതായത് അതിൻ്റെ വേർഷൻ ഏതെങ്കിലും ഇപ്പോൾ നമുക്ക് എക്സ്ട്രാ പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഫീച്ചർ നമ്മൾ മദർ ബോർഡിൽ കൊണ്ടുവരണേ, ഇപ്പോൾ അല്ലെങ്കിൽ ഗ്രാഫിക്സ് കാർഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ഒരിക്കലും ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യണം, ഇത് സെപ്പറേറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതെങ്കിലും സൗത്ത് ബ്രിഡ്ജിൻ്റെ ഫങ്ഷനാലിറ്റി അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എൻ്റയർ മദർ ബോർഡ് തന്നെ എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം. ഓക്കെ, പിന്നെ അതുപോലെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടെക്നോളജി അഡ്വാൻസ് ചെയ്തതോടുകൂടി ഇപ്പോൾ CPU ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് സൗത്ത് ബ്രിഡ്ജും വരുന്നത്. ഓക്കെ, അപ്പോൾ സെപ്പറേറ്റ് സൗത്ത് ബ്രിഡ്ജ് ചിപ്പ് എല്ലാ മദർ ബോർഡിലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന മദർ ബോർഡിലൊന്നും സെപ്പറേറ്റ് ഇങ്ങനെ നോർത്ത് ബ്രിഡ്ജ്, സൗത്ത് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചിപ്പുകൾ ഇപ്പോൾ അവൈലബിൾ അല്ല. അതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മുടെ CPUൻ്റെ കൂടെ തന്നെ, പ്രോസസ്സറിൻ്റെ കൂടെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് മദർ ബോർഡിൽ വരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് മദർ ബോർഡ് നോക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി, അതിൻ്റെ അകത്ത് നോർത്ത് ബ്രിഡ്ജും സൗത്ത് ബ്രിഡ്ജും ഒന്നും സെപ്പറേറ്റ് ഉണ്ടാവില്ല. ക്ലിയർ അല്ലേ?
അപ്പോൾ ഇതാണ് നോർത്ത് ബ്രിഡ്ജ് ആൻഡ് സൗത്ത് ബ്രിഡ്ജ്. അപ്പോൾ നമ്മൾ പറഞ്ഞു മദർ ബോർഡിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് നോർത്ത് ബ്രിഡ്ജ്. നോർത്ത് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ പ്രൊസസ്സറുമായി ഡയറക്റ്റ് കണക്ഷൻ വരുന്നതാണ് നോർത്ത് ബ്രിഡ്ജ്. പ്രൊസസ്സറും മെമ്മറിയും അതുപോലെ AGP, ഈ നോർത്ത് ബ്രിഡ്ജിന് ചുറ്റുള്ള പോർഷൻസ് നോക്കിയാൽ മതി. പ്രൊസസ്സർ, മെമ്മറി, മെയിൻ മെമ്മറി, AGP ഇവ തമ്മിലുള്ള കണക്ഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ്, കമ്മ്യൂണിക്കേഷൻ പാത്ത് വേ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നോർത്ത് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. സൗത്ത് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ CPUനെക്കാളും കുറച്ച് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. സൗത്ത് ബ്രിഡ്ജ് പെരിഫറൽ സ്ലോട്ട്, അതായത് നമ്മുടെ കീബോർഡ്, മൗസ്, ഇങ്ങനെയുള്ള ഓഡിയോ, ഇങ്ങനെയുള്ള ഡിവൈസുകളും പ്രൊസസ്സറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് സൗത്ത് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പിക്ചർ ഉണ്ട്. അപ്പോൾ CPU നോർത്ത് ബ്രിഡ്ജ് നമുക്കറിയാം ഡയറക്റ്റ് CPUവിനേറ്റും PCI എക്സ്പ്രസ് അതുപോലെ മെമ്മറിന് ഏറ്റവും ഡയറക്റ്റ് കണക്ഷൻ വരുന്നുണ്ട്. സൗത്ത് ബ്രിഡ്ജ് എന്ന് പറയുന്നതാണ് നമ്മുടെ PCI ബസ്, അതുപോലെ IO ഡിവൈസസ്, കീബോർഡ്, മൗസ് പോലുള്ള ബയോസ്, ഇതിനെല്ലാം കണക്ഷൻ കൊടുക്കുന്നത് സൗത്ത് ബ്രിഡ്ജ് ആണ്. ഇതാണ് ഇതിൻ്റെ ഒരു പിക്ചർ. അപ്പോൾ നിങ്ങൾ മദർ ബോർഡിൻ്റെ 10 മാർക്കിനൊക്കെ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഈ പിക്ചർ വെച്ചിട്ട് വേണം ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓക്കെ, ക്ലിയർ അല്ലേ അത്? നോർത്ത് ബ്രിഡ്ജ് ആണ് സൗത്ത് ബ്രിഡ്ജ്. അപ്പോൾ ഇതിൻ്റെ ഒരു പിക്ചറും കൂടെ ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ വർക്കിംഗ് കറക്റ്റ് മനസ്സിലാവാൻ. ഇതാണ് നോർത്ത് ബ്രിഡ്ജ് ഡയറക്റ്റ് നമ്മൾ പറഞ്ഞു സിസ്റ്റം ബസ് വഴി CPU നെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ മെമ്മറി നെറ്റ് കണക്ഷൻ വരുന്നുണ്ട്, അതുപോലെ AGP ഗ്രാഫിക്സ് കാർഡിനായിട്ടും ഡയറക്റ്റ് കണക്ഷൻ വരുന്നുണ്ട്. ഇനി നോർത്ത് ബ്രിഡ്ജും സൗത്ത് ബ്രിഡ്ജും കൂടെയാണ് കണക്ഷൻ കൊടുക്കുന്നത്. അതായത് സൗത്ത് ബ്രിഡ്ജിന് ഡയറക്റ്റ് CPUമായിട്ട് കണക്ഷൻ ഇല്ല. സൗത്ത് ബ്രിഡ്ജ് പ്രൊസസ്സറിനായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ത്രൂ നോർത്ത് ബ്രിഡ്ജിലൂടെയാണ് കണക്ഷൻ പോകുന്നത്. സൗത്ത് ബ്രിഡ്ജിൽ വരുന്നത് നമ്മുടെ സാറ്റാക്ക്, അതായത് നമ്മുടെ ഹാർഡ് ഡിസ്ക്, അതുപോലെ USB പോർട്ടുകൾ, നമ്മുടെ കീബോർഡ്, മൗസ് ഇവ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് സൗത്ത് ബ്രിഡ്ജ് വഴിയാണ്. CPU കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സൗത്ത് ബ്രിഡ്ജ് വഴിയാണ്. ഓക്കെ, ഇതാണ് മദർ ബോർഡ്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇവിടെ ഓരോ ലൈന് കാണിക്കുന്നുണ്ടല്ലോ, ഇതാണ് സിസ്റ്റം ബസ്. ഓക്കെ, മദർ ബോർഡിൻ്റെ അടിയിൽ നമുക്ക് കാണാൻ പറ്റും അത് പാത്ത് വേ, അതായത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു വഴി. ആ ഒരു സിസ്റ്റം ബസ്സാണ് ഈ മദർ ബോർഡിൻ്റെ ബാക്കിൽ നമുക്കിങ്ങനെ കുറേ ലൈൻസ് കാണാൻ പറ്റും. ഈ ഒരു ലൈനിലൂടെയാണ് ഡാറ്റ ട്രാൻസ്ഫർ ഒക്കെ നടക്കുന്നത്. ഓക്കെ, നമ്മൾ മദർ ബോർഡിൻ്റെ പാർട്സിൽ നെക്സ്റ്റ് കമ്പോണൻ്റ് ആണ് ബയോസ്. നമ്മൾ മുന്നേ പഠിച്ചതാണ്. ബയോസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ഇതാണ് ബയോസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് റൺ ചെയ്യുന്ന പ്രോഗ്രാമാണ് ബയോസ് എന്ന് പറയുന്നത്. അത് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ലോഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ബയോസ്. നെക്സ്റ്റ് ആണ് പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് പെരിഫറൽ ഡിവൈസുകൾ കണക്ട് ചെയ്യാനുള്ള ഒരു പോയിന്റ് ഓഫ് കണക്ഷനാണ് നമ്മൾ എന്ത് പറയുക, പോർട്ട് എന്ന് പറയുക. പോർട്ട് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന പെരിഫറൽ ഡിവൈസ് എന്ന് പറഞ്ഞാൽ മൗസ്, കീബോർഡ്, മോണിറ്റർ, ഡിസ്പ്ലേ യൂണിറ്റ്, പ്രിൻ്റർ, സ്പീക്കർ, ഇതൊക്കെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന പെരിഫറൽ ഡിവൈസ്. അപ്പോൾ ഈ പെരിഫറൽ ഡിവൈസുകളെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി, നമ്മൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, നമുക്ക് പ്ലഗ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കണക്ഷൻ പോയിന്റ് ആണ് പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പിക്ചറിൻ്റെ അകത്ത് ഇതൊക്കെയാണ് പോർട്ടുകൾ. ഇപ്പോൾ കാണുന്നില്ലേ, ഇത് കീബോർഡിനുള്ള പോർട്ട്, മൗസിനുള്ള പോർട്ട്, ഇതാണ് സീരിയൽ പോർട്ട്, പാരലൽ പോർട്ട്, പ്രിൻ്റർ നമുക്ക് കണക്ട് ചെയ്യാനുള്ള പോർട്ട്, USB പോർട്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന കീബോർഡും മൗസൊക്കെ USB പോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെയാണ് നമ്മളത്. അതുപോലെ ഓഡിയോ, നമ്മുടെ ഹെഡ്ഫോണ്, മൈക്രോഫോൺ കണക്ട് ചെയ്യാനുള്ള പോർട്ടുകൾ, ഇതൊക്കെയാണ് പോർട്ട് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിലേക്കുള്ള ഈ കീബോർഡിനും മൗസിനൊക്കെ കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ഷൻ പോയിന്റ്. അപ്പോൾ അതാണ് നെക്സ്റ്റ് നമ്മുടെ മദർ ബോർഡിലെ കമ്പോണന്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ പോർട്ട് എന്താന്നുള്ളത്? അല്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? നെക്സ്റ്റ് ആണ് USB പോർട്ട്. USB നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പോർട്ടിൽ വരുന്നതാണ് USBയും. എന്നാൽ സാധാരണ ഡിവൈസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതും യൂസ് ചെയ്യുന്നത്. കീബോർഡ്, മൈക്ക്, ഗെയിം, ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന കമ്പ്യൂട്ടറുകളിലൊക്കെ നമ്മൾ കീബോർഡും മൈക്ക്, അതേപോലെ ഗെയിം കൺട്രോളേഴ്സ്, പ്രിൻ്ററൊക്കെ നമ്മൾ USB പോർട്ട് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് PCI എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ പെരിഫറൽസ്
കമ്പ്യൂട്ടറിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് PCI സ്ലോട്ട്. ഓക്കെ, ഇതാണ് PCI എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഓഡിയോ കാർഡുകൾ, അതുപോലെ വീഡിയോ കാർഡുകൾ, വൈഫൈ ഒക്കെ ഇന്റർനെറ്റ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള NIC കാർഡുകൾ, ഇങ്ങനെയുള്ള കുറേ കാർഡുകൾ നമ്മളെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് PCI സ്ലോട്ട്. ഓക്കെ, പെരിഫറൽ കാർഡുകൾ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് PCI സ്ലോട്ട്. ഇത് നമ്മൾ നെക്സ്റ്റ് ഇനി പഠിക്കൂട്ടോ ഡീറ്റെയിൽ ആയിട്ട്. നെക്സ്റ്റ് കമ്പോണന്റ് ആണ് AGP. AGP എന്ന് പറഞ്ഞാൽ ആക്സിലറേറ്റർ ഗ്രാഫിക്സ് പോർട്ട്. ഇത് പറഞ്ഞാൽ ഗ്രാഫിക്സ് കാർഡുകൾ. ഇപ്പം നമുക്ക് ആനിമേഷൻ അങ്ങനത്തെ കേസിലൊക്കെ ഓട്ടോ ക്യാഡൊക്കെ ചെയ്യുന്ന കേസിൽ നമുക്ക് ഗ്രാഫിക്സ് കാർഡും കൂടെ എക്സ്ട്രാ നമ്മുടെ മദർ ബോർഡിലേക്ക് നമ്മൾ കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് AGP സ്ലോട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏതൊക്കെ മദർ ബോർഡിൻ്റെ ഏതൊക്കെ പാർട്സ് ആണ് നോക്കിയത്? ഒന്ന് CPU സോക്കറ്റ്, നമ്മുടെ പ്രൊസസ്സറിൻ്റെ സോക്കറ്റ്, പിന്നെ മെമ്മറി സ്ലോട്ട്, മെമ്മറി പ്ലേസ് ചെയ്യാനുള്ള സ്ലോട്ട്, പിന്നെ നോർത്ത് ബ്രിഡ്ജ്, സൗത്ത് ബ്രിഡ്ജ്, PCI സ്ലോട്ട്, AGP സ്ലോട്ട്. നെക്സ്റ്റ് ആണ് CMOS ബാറ്ററി. ഇവിടെ കാണുന്നില്ല ഒരു ബാറ്ററി, ഒരു സിൽവർ കളറിൽ ഒരു ബാറ്ററി കാണാം. ഈ ബാറ്ററിയാണ് നമ്മുടെ CMOS. എന്തായിരുന്നു CMOSന്റെ ഫുൾ ഫോം? ഓർമ്മണ്ടാ? CMOS ഒക്കെ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ നോക്കിയതായിരുന്നു. എന്തായിരുന്നു CMOSന്റെ ഫുൾ ഫോം? ആർക്കും അറിയില്ലേ? കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ. നമ്മൾ എന്തിനാ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് CMOS? നമ്മുടെ ബയോസിലെ ഇൻഫോർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ CMOS മെമ്മറി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ CMOSന് ഒരു പവർ കൊടുക്കുക. നമ്മൾ പറഞ്ഞു CMOS കമ്പ്യൂട്ടർ ഓൺ ആവുന്ന പവർ ഓൺ ചെയ്യുന്ന ഉടനെ വർക്ക് ചെയ്യുന്നതാണ് ബയോസ് പ്രോഗ്രാംസ്. ഈ ബയോസ് പ്രോഗ്രാംസ് എല്ലാം സ്റ്റോർ ചെയ്തിട്ടുള്ളത് CMOSന്റെ അകത്താണ്. അപ്പോൾ ഈ CMOSന് ഒരു എപ്പോഴും CMOSലെ കണ്ടന്റ് ഒരിക്കലും എറൈസ് ആയി പോവരുത്. അതായത് നമ്മൾ കുറേ ബയോസ് പ്രോഗ്രാംസ് ഒന്നും ഒരിക്കലും എന്ത് ചെയ്ത് നമുക്ക് ഡിലീറ്റ് ആയി നഷ്ടപ്പെട്ടു പോകരുത്. അത് എപ്പോഴും എന്ത് ചെയ്യണം? ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് CMOS ബാറ്ററി. അപ്പം അതിന് ചാർജ് കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് CMOS ബാറ്ററി. അതാണ് അതിൻ്റെ പിക്ചർ ഞാനിവിടെ ഒന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. CMOS ബാറ്ററി ഒരു സ്മോൾ കോയിൻ ഷേപ്പ്ഡ് ബാറ്ററിയാണ് കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിലുള്ളത്. CMOS ചിപ്പിന് പവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം CMOS ചിപ്പിൻ്റെ അകത്താണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ആയ ടൈം, ഡേറ്റ്, അതുപോലെ ഹാർഡ്വെയറിൻ്റെ സെറ്റിങ്സ്, ബയോസ് ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്നത് CMOS മെമ്മറിൻ്റെ അകത്താണ്. അപ്പോൾ ഈ CMOS മെമ്മറി എവിടെ ഉണ്ടാവുക? റോമിൻ്റെ അകത്താണ് ഉണ്ടാവുക. അപ്പോൾ ഈ റോമിന് ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് CMOS ബാറ്ററി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ എന്താന്നുള്ളത്? അല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് SMPS. SMPS എന്നാൽ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ. അതായത് നമ്മുടെ ഈ മദർ ബോർഡിന് കറണ്ട് പവർ കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് SMPS. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കട്ടെ. അപ്പം ഇത്രയാണ് ഒരു മദർ ബോർഡിൻ്റെ മെയിനായിട്ട് വരുന്ന കമ്പോണൻസ്. അപ്പം ഏതൊക്കെ നമ്മൾ നോക്കിയത്? ഓരോന്ന് പറഞ്ഞ കമ്പോണൻസ് ഏതൊക്കെയായിരുന്നു? ഏതൊക്കെ കമ്പോണൻസ് ഉള്ളത്? ഹലോ, CPU സോക്കറ്റ്, പിന്നെ റാം, പിന്നെ നോർത്ത് ബ്രിഡ്ജ്, സൗത്ത് ബ്രിഡ്ജ്, AGP സ്ലോട്ട്, PCI സ്ലോട്ട്, CMOS ബാറ്ററി, പിന്നെ ബയോസ് അല്ലേ? അപ്പം ഇത്രയൊക്കെയാണ് ഇതിൽ. പിന്നെ പോർട്ടുകൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോർട്ടുകൾ, ഇതൊക്കെയാണ് ഒരു മദർ ബോർഡിൻ്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. അപ്പോൾ എന്താണ് ഹാർഡ് ഡിസ്ക് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് മൊഡ്യൂളുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ് നമ്മൾ ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഹാർഡ് ഡിസ്ക് എന്തിനായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഡാറ്റനെ പെർമനൻ്റ് ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാനാണ് ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ ഹാർഡ് ഡിസ്ക് നമ്മൾ പറഞ്ഞൊരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. ഡാറ്റ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും. പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും അതിലെ ഡാറ്റ നമുക്ക് അവിടെ തന്നെ റിട്ടേൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വരുന്ന കമ്പ്യൂട്ടറുകളിലൊന്നും ഹാർഡ് ഡിസ്ക്, ഇപ്പോൾ നമ്മൾ അന്ന് ഹാർഡ് ഡിസ്കിൻ്റെ അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ പിക്ചറൊക്കെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതിൻ്റെ അകത്ത് കുറേ പ്ലേറ്റേഴ്സ് ഉണ്ട്,
ഓക്കെ, പ്ലേറ്റേഴ്സ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ ഓരോ പ്ലേറ്റേഴ്സിനും നമ്മൾ ട്രാക്സും സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന കമ്പ്യൂട്ടറുകളിലൊന്നും ഹാർഡ് ഡിസ്ക് ഇല്ല. ഹാർഡ് ഡിസ്കിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് SSD. ഓക്കെ, SSD ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. SSDന്റെ ഫുൾ ഫോം സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. ഹാർഡ് ഡിസ്കിന് പകരം ഡാറ്റ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ലേറ്റസ്റ്റ് കമ്പ്യൂട്ടറുകളിൽ ഇപ്പോൾ വരുന്ന എല്ലാ കമ്പ്യൂട്ടറുകളിലും നമ്മൾ ഹാർഡ് ഡിസ്ക് ഇല്ല, SSD ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ SSD എന്ന് പറയുന്നത് ഒരു നോൺ വോളാറ്റൈൽ സ്റ്റോറേജ് ഡിവൈസ് ആണ്. അതായത് പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഡാറ്റ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, പിന്നെ അതിൻ്റെ അകത്ത് പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഹാർഡ് ഡിസ്കിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു കുറേ മൂവിങ് മെക്കാനിക്കൽ പാർട്സ് ഒക്കെ ഉണ്ട്. അതായത് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, റൊട്ടേറ്റിംഗ് ആംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്താ ഒരു മൂവിങ് പാർട്സ് ഒന്നും ഇതിൻ്റെ അകത്തില്ല, SSDൻ്റെ അകത്തില്ല. അതിന് പകരം കുറേ ചിപ്പുകൾ വെച്ചിട്ടാണ് നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് വർക്ക് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ SSD ഹാർഡ് ഡിസ്കിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റർ ആണ്, മോർ ഡ്യൂറബിൾ ആണ്. അതേപോലെ അധികം സൗണ്ട് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഹാർഡ് ഡിസ്കിനകത്ത് മെക്കാനിക്കൽ മൂവ്മെന്റ്സ് നടക്കുന്നത് കാരണം തന്നെ നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് ഒരു സൗണ്ട് വരും. പക്ഷെ ഇവിടെ ക്വയറ്റ് സൗണ്ട് ഒന്നും ഇല്ലാതെയാണ് SSD വർക്ക് ചെയ്യുന്നത്. പിന്നെ ഹാർഡ് ഡിസ്കിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതുപോലെ പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ SSD വെച്ചിട്ട് ലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം അതിൽ മൂവിങ് പാർട്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ അധികം പെട്ടെന്നൊന്നും ഡാമേജ് ആവില്ല. SSD പെട്ടെന്നൊന്നും ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുപോലെ ഹാർഡ് ഡിസ്കിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വളരെ കുറച്ച് പവർ മാത്രമേ SSD യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോൾ വരുന്ന എല്ലാ കമ്പ്യൂട്ടറുകളിലും ലാപ്ടോപ്പിലൊക്കെ നമ്മൾ SSD ആണ് യൂസ് ചെയ്യുന്നത്. SSD നമ്മൾ പറഞ്ഞു നോൺ വോളാറ്റൈൽ മെമ്മറി ആണ്. അതായത് കറണ്ട് പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഡാറ്റ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ കമ്പ്യൂട്ടറുകളിലും SSD ആണ് യൂസ് ചെയ്യുന്നത്. SSDൻ്റെ ഒരു പിക്ചർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. SSD ആണ് ശരിക്കും ഒരു സ്മോൾ ബ്ലാക്ക് ബോക്സ് ആണ് ഉണ്ടാവുക. അപ്പം അതിൻ്റെ ഉള്ളിലുള്ള ഇതാണിത്. ഇവിടെ കുറേ ചിപ്പുകളാണ് ഉള്ളത്. നമ്മൾ ഹാർഡ് ഡിസ്കിൻ്റെ പിക്ചർ ഓർമ്മ വരുന്നുണ്ടോ നിങ്ങൾക്ക്? ഹാർഡ് ഡിസ്കിന്റെ പിക്ചർ എങ്ങനെയായിരുന്നു? ഇങ്ങനെ ഒരു പ്ലേറ്റേഴ്സ്, റൗണ്ടിലുള്ള പ്ലേറ്റേഴ്സ്, അതിന്റെ മുകളിൽ ഒരു ആംസ്, റീഡർ ആയിട്ട് ആംസ് ഒക്കെ വെച്ചിട്ടായിരുന്നു നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പൊ ഇവിടെ SSD വന്നതോടുകൂടി അങ്ങനെ മൂവിങ് ഹെഡ്സും കാര്യങ്ങളും ഒന്നുമില്ല. കുറെ ചിപ്പുകളാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് പെർഫോമൻസ് ആണ്. അതായത് നമ്മുടെ ഹാർഡ് ഡിസ്കിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫാസ്റ്റ് ആണ്. സൈസ് കോമ്പാക്ട് സൈസ് ആണ്. ഹാർഡ് ഡിസ്കിനെങ്ങാടും സൈസ് വളരെ കുറവാണ് SSDക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലാപ്ടോപ്പിൽ നമുക്ക് എന്താ സിസ്റ്റം മദർ ബോർഡിന്റെ ഉള്ളിൽ കണക്ട് ചെയ്യാം. അതുപോലെ നമുക്ക് പുറത്ത് വേണമെങ്കിലും പോർട്ടബിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, SSD ആണെങ്കിലും ഹാർഡ് ഡിസ്ക് ആണെങ്കിലും കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, പിന്നെ അതുപോലെ ലോവർ പവർ കൺസപ്ഷൻ ആണ്. അത് കുറച്ച് പവർ, കറണ്ട് വളരെ കുറച്ച് മാത്രമേ ഹാർഡ് ഡിസ്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. കാരണം എന്താ, മൂവിങ് പാർട്സ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ലോവർ പവർ കൺസപ്ഷൻ ആണ്. പക്ഷേ കോസ്റ്റ് ഹൈ ആണ്. SSD മോർ എക്സ്പെൻസീവ് ആണ്. ഹാർഡ് ഡിസ്കിനെ കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് വളരെ കൂടുതലാണ്. നെക്സ്റ്റ്, നോ മെക്കാനിക്കൽ പാർട്സ്. ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂവിങ് പാർട്സ് ഒന്നുമില്ല, കുറേ ചിപ്പുകളാണ് വരുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്പെൻസീവ് ആണ്. നമ്മൾ ഹാർഡ് ഡിസ്കിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ് SSD. പിന്നെ ലിമിറ്റഡ് ലൈഫ് സ്പാൻ ആണ്. അതായത് നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഡാറ്റ റൈറ്റ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അത്ര പെട്ടെന്നൊന്നും കുറയില്ല. പക്ഷെ കമ്പാരിറ്റീവ്ലി ഹാർഡ് ഡിസ്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ലൈഫ് സ്പാൻ, അതിൻ്റെ ഡ്യൂറബിലിറ്റി കുറവാണ്. ഇനി സ്റ്റോറേജ് ചോയ്സ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ എക്സ്പെൻസീവ് ആയ കാരണം തന്നെ പിന്നെ SSDs ഒരു സ്മോൾ സൈസിലാണ് വരുന്നത്. അത്ര ഭയങ്കര ഹൈ കപ്പാസിറ്റിയിലൊന്നും അങ്ങനെ ഒരുപാട് വേർഷൻസ് ഒന്നും SSD ഇറക്കാറില്ല. നെക്സ്റ്റ് ആണ് ലൈഫ് എക്സ്പെക്റ്റൻസി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു അതിലേക്ക് റൈറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ പെർഫോമൻസ് ഡീഗ്രേഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലൈഫ് സ്പാന് കുറവാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ലിമിറ്റഡ് ലൈഫ് സ്പാൻ, ആ പോയിന്റ് തന്നെയാണ് ലൈഫ് എക്സ്പെക്റ്റൻസിയിലും പറയുന്നത്. നെക്സ്റ്റ് ആണ് പെർഫോമൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ്. റൈറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ പെർഫോമൻസ് എന്ത് ചെയ്യും, ഡീഗ്രേഡ് ചെയ്യും, കുറയും. അതായത് കൂടുതൽ ടൈം നമ്മൾ ഇതിങ്ങനെ ഇതിലേക്ക് റൈറ്റ് ചെയ്ത് കൊണ്ടതനുസരിച്ച് SSDൻ്റെ പെർഫോമൻസ് കുറഞ്ഞു വരും. ഇതൊക്കെ അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ്. ഇനി സാധാരണ എക്സാമിന് ചോദിക്കാറുള്ളതാണ് ഹാർഡ് ഡിസ്ക് ഡ്രൈവും സോളിഡ് സ്റ്റേറ്റും SSD തമ്മിലുള്ള ഡിഫറൻസ്. ഈ ഒരു ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും പഠിച്ചു വെക്കട്ടോ. എക്സാമിന് സ്ഥിരമായിട്ട് ഈ പോർഷനിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്.
അപ്പോൾ ഹാർഡ് ഡിസ്ക് ഡ്രൈവിൻ അതുപോലെ SSDയും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു HDD എന്ന് പറഞ്ഞാൽ എന്താ, ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. SSD എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. ഓക്കെ, ഹാർഡ് ഡിസ്കിൻ്റെ അകത്ത് മെക്കാനിക്കൽ പാർട്സ് ഉണ്ട്. ഓക്കെ, SSDൻ്റെ അകത്ത് നമ്മൾ മെക്കാനിക്കൽ പാർട്സ് ഒന്നുമില്ല, കുറേ ചിപ്പുകളാണ്. അതാണ് ICs, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. കുറേ ചിപ്പുകളാണ് അതിൻ്റെ അകത്തുള്ളത്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു റീഡ് റൈറ്റ് ടൈം ലോങ്ങർ ആണ്. ഇവിടെ എന്താ, ഷോർട്ടർ റീഡ് റൈറ്റ് ടൈമാണ്. അതായത് കൂടുതൽ ടൈം നമ്മൾ റൈറ്റ് ചെയ്യുന്നതോറും അതിൻ്റെ ലൈഫ് സ്പാന് ഡീഗ്രേഡ് ചെയ്യും. ഇനി ഇവിടെ ഹൈ ലാറ്റൻസി ആണ് ഹാർഡ് ഡിസ്കിന് വരുന്നത്. ഇവിടെ ലാറ്റൻസി കുറവാണ്. നെക്സ്റ്റ്, ഹാർഡ് ഡിസ്കിന് IO ഓപ്പറേഷൻസ് വളരെ കുറച്ച് IO ഓപ്പറേഷൻസ് ആണ് ഒരു സെക്കൻഡിൽ പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കുക. HSD എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ തന്നെ ഒരുപാട് IO ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ്, ഹാർഡ് ഡിസ്കിൻ്റെ വെയിറ്റ് വളരെ കൂടുതലാണ് SSDനെ കമ്പയർ ചെയ്യുമ്പോൾ. SSD എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ഹാർഡ് ഡിസ്കിൻ്റെ സൈസ് കൂടുതലാണ്. SSDൻ്റെ സൈസ് ഹാർഡ് ഡിസ്കിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ഓക്കെ, പിന്നെ വരുന്നത് SSDയുടെ ഡാറ്റ ട്രാൻസ്ഫർ സീക്വൻഷ്യൽ, അതായത് 1 by 1 ആയിട്ടാണ് ഡാറ്റ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നത്. SSDൻ്റെ അങ്ങനെ 1 by 1 ആയിട്ടല്ല, എവിടെ വേണമെങ്കിലും പെട്ടെന്ന് തന്നെ ഡാറ്റ റാൻഡം ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതിൽ മെക്കാനിക്കൽ ഒരു പാർട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്തിട്ടാണ്, റൊട്ടേറ്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ ഫെയിലിയർ ഒക്കെ, അതേപോലെ അതിൻ്റെ ഹെഡ് റീഡ് റൈറ്റ് ഹെഡ് ക്രാഷ് ചെയ്യാനുള്ളൊക്കെ ചാൻസ് കൂടുതലാണ്. SSDന് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ റിലയബിൾ ആണ്. എറർ വരാനുള്ള ചാൻസ് കുറവാണ്. ഹാർഡ് ഡിസ്ക് നമ്മൾ പറഞ്ഞു ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് കുറവാണ്. SSD കുറച്ചും കൂടെ കോസ്റ്റിയർ ആണ്. ഹാർഡ് ഡിസ്ക് ഓൾഡർ ആണ്, അതുപോലെ ട്രഡീഷണൽ വേലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് SSD എന്ന് പറയുന്നത്. പിന്നെ ഈ ഹാർഡ് ഡിസ്കിൽ മെക്കാനിക്കൽ മൂവ്മെന്റ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ മെക്കാനിക്കൽ പാർട്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന് നോയ്സ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഹാർഡ് ഡിസ്ക് വെറൈറ്റി ഓഫ് കപ്പാസിറ്റി, ഒരുപാട് കപ്പാസിറ്റി വെറൈറ്റിയിൽ നമുക്ക് അവൈലബിൾ ആണ്. SSD നമുക്ക് ലിമിറ്റഡ് ആയിട്ട് വരുന്നുള്ളൂ. കാരണം എന്താ, അത് എക്സ്പെൻസീവ് ആണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഇവിടെ ഹാർഡ് ഡിസ്ക് അതിൻ്റെ അകത്ത് മാഗ്നറ്റിക് പ്ലേറ്റേഴ്സും മെക്കാനിക്കൽ പാർട്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ബ്രേക്ക് ഡൗൺ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവിടെ ഹാർഡ് ഡിസ്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ലെസ് ബ്രേക്ക് ഡൗൺസ് ആണ് വരുന്നത്. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ പോയിന്റിന് വരും എസ്റ്റാബ്ലിഷ്ഡ് ട്രഡീഷണൽ ആണ്. അതായത് ഇപ്പോൾ ആദ്യ കാലങ്ങളിൽ യൂസ് ചെയ്തിരുന്നതാണ് ഹാർഡ് ഡിസ്ക്. ഇപ്പോൾ വരുന്നതെല്ലാം റീസെൻ്റ് ആയിട്ട് വരുന്ന കമ്പ്യൂട്ടറുകളിൽ SSD ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എപ്പോഴാണ് ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ലോങ് ടേം സ്റ്റോറേജിനൊക്കെ നമുക്ക് ഹാർഡ് ഡിസ്ക് ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു റൈറ്റ് ചെയ്യുന്ന കാരണം തന്നെ അതിൻ്റെ ഡീഗ്രേഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ SSD ഒരു വർഷമായിട്ട് നമ്മൾ അതിൻ്റെ പവർ ഒന്നും കൊടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും, അതിൻ്റെ ഡാറ്റ ലോസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ എക്സ്റ്റെൻസീവ് സ്റ്റോറേജിനും ലോങ് ടേം സ്റ്റോറേജിനും നമ്മൾ ഹാർഡ് ഡിസ്ക് ആണ് യൂസ് ചെയ്യുക. നമുക്ക് ഫാസ്റ്റ് റിട്രീവ്, പെട്ടെന്ന് നമുക്ക് ഡാറ്റ റിട്രീവ് ചെയ്യണം. അതുപോലെ ലാപ്ടോപ്പിലൊക്കെ നമുക്ക് വളരെ കുറച്ച് പവർ യൂസ് ചെയ്താൽ മതി. അങ്ങനത്തെ കേസിലൊക്കെ SSDs ആണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പൊ എന്തൊക്കെയായിരുന്നു SSDയും ഹാർഡ് ഡിസ്കും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്തൊക്കെയായിരുന്നു? ഹാർഡ് ഡിസ്കിന്റെ ഫുൾ ഫോം എന്താ? HDDന്റെ ഫുൾ ഫോം എന്താ? ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. SSD ആണെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. ഹാർഡ് ഡിസ്കിനകത്ത് മെക്കാനിക്കൽ പാർട്സ് ഉണ്ട്, ഇതിന് മെക്കാനിക്കൽ പാർട്സ് ഇല്ല. ഇത് ലോങ്ങർ റീഡ് റൈറ്റ് ടൈം ആണ്, ഇവിടെ ഷോർട്ടർ റീഡ് റൈറ്റ് ടൈം ആണ്. ഹയർ ലാറ്റൻസി എന്ന് പറഞ്ഞാൽ സ്പീഡ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. റെസ്പോൺസ് ടൈം ഹയർ ആണ്, അതായത് സ്പീഡ് ഹയർ എന്ന് പറഞ്ഞാൽ സ്പീഡ് വളരെ കുറവാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ലോവർ ലാറ്റൻസി, പെട്ടെന്ന് തന്നെ റെസ്പോൺസ് കിട്ടും, അതാണ് ലാറ്റൻസി. ലാറ്റൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് കിട്ടുന്ന റെസ്പോൺസ്. ഇവിടെ റെസ്പോൺസ് ഹയർ ടൈം എടുക്കും, ഇവിടെ ലോവർ ടൈമിൽ നമുക്ക് റെസ്പോൺസ് കിട്ടും. ഇനി IO ഓപ്പറേഷൻ, ഒരു സെക്കൻഡിൽ പെർഫോം ചെയ്യുന്ന IO ഓപ്പറേഷൻസ് വളരെ കുറച്ചുള്ളൂ. ഇവിടെ മോർ IO ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കും. ഹെവിയർ ആണ്, ലൈറ്റ് ആണ്, സൈസിൽ ലാർജ് ആണ്, ഇവിടെ ചെറുതാണ്. പിന്നെ ഡാറ്റ ട്രാൻസ്ഫർ സീക്വൻഷ്യൽ 1 by 1 ആയിട്ടാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇവിടെ റാൻഡം ആയിട്ടാണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ റിലയബിൾ ആണ്, SSD മോർ റിലയബിൾ ആണ്, ഇത് ലെസ് റിലയബിൾ ആണ്. ചീപ്പറാണ് SSD.
പോസിറ്റീവാണ്. ഇത്രയൊക്കെ നമ്മൾ ഇതിന് പറഞ്ഞ മെയിനായിട്ട് വരുന്ന ഇമ്പോർട്ടൻസ് പോയിന്റ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ആണ് DVD. DVD എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്, DVD റൈറ്റർ. ഓക്കെ, അപ്പോൾ ഒരു DVD റൈറ്ററിനെ നമ്മൾ ഒരു DVD ബേണർ എന്നും കൂടെ പറയും. ഇപ്പോൾ DVD എന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ലേ നിങ്ങൾ? നമ്മുടെ കമ്പ്യൂട്ടറുകളിലൊക്കെ കാണാൻ പറ്റും. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കമ്പ്യൂട്ടറുകളിലൊക്കെ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് DVD ഒന്നും ഇപ്പം അങ്ങനെ കാണാറില്ല. കാരണം ഇപ്പം നമ്മൾ DVD ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ലല്ലോ. ഇപ്പോൾ CD ആണെങ്കിലും DVD ഒന്നും ഇപ്പം നമ്മൾ അധികം പെൻഡ്രൈവ് അല്ലെങ്കിൽ നമ്മൾ ക്ലൗഡിലൊക്കെയാണ് ഇൻഫർമേഷൻസ് ഡാറ്റ ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്. ഇൻ്റർനെറ്റിലൊക്കെ നമ്മൾ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന കമ്പ്യൂട്ടറുകളിലൊന്നും നമ്മൾ സെപ്പറേറ്റ് ഇതുപോലെ DVD റൈറ്റർ ഒന്നും കാണാറില്ല. ഇതാണ് DVD റൈറ്ററിൻ്റെ ഒരു പിക്ചർ. ഓക്കെ, ആ DVD റൈറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ DVD ഒക്കെ ഇൻസേർട്ട് ചെയ്യുന്ന ആ ഒരു ബോക്സ്. ഓക്കെ, അപ്പോൾ അത് DVD റൈറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, റീഡ് ചെയ്യാനും അതുപോലെ DVD റൈറ്റ് ചെയ്യാനും ഡാറ്റിനെ റൈറ്റ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്നതാണ് DVD റൈറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു DVD റൈറ്ററിന് നമുക്ക് റീഡ് ചെയ്യാനും സാധിക്കും, അതുപോലെ റൈറ്റ് ചെയ്യാനും സാധിക്കും. റീഡ് DVD എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു DVDയിലുള്ള കണ്ടന്റ് നമുക്ക് വാച്ച്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ നമ്മൾ TV അല്ലെങ്കിൽ ഒരു മൂവി വാച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡിസ്കിൽ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക, അതൊക്കെയാണ് നമ്മൾ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡ് ചെയ്യണ സമയത്ത് ആ DVD റൈറ്ററിൽ ഒരു ലേസർ ബീം ഉണ്ടാവും. അത് അതിൻ്റെ സർഫസിൽ ഇങ്ങനെ അതിൻ്റെ സർഫസിലേക്ക് ഷൈൻ ചെയ്യും. അപ്പോൾ ആ ഷൈൻ ചെയ്യുന്ന സമയത്ത് ആ DVDൻ്റെ അകത്ത് കുറേ പിറ്റ്സ് ആൻഡ് ലാൻഡ്സ്, നമ്മൾ ഹാർഡ് ഡിസ്കിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു സെക്ടറും ട്രാക്കും, അതുപോലെ DVDയിൽ വരുന്നതാണ്, DVDയിലും CD-യിലൊക്കെ കാണുന്നതാണ് പിറ്റ്സ് ആൻഡ് ലാൻഡ്സ്. അവിടെ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യണ ഏരിയ. അപ്പോൾ അതിലാണ് നമ്മൾ 0യും 1സും ഒക്കെ ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുക. അതിനെ ഡിറ്റക്ട് ചെയ്തിട്ട് അതിന് നമുക്ക് എന്താണോ ടെക്സ്റ്റ് ആണോ വീഡിയോ ആണോ ഓഡിയോ ആണോ അതാക്കിയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് റീഡിങ്ങിൽ നടക്കുന്നത്. ഓക്കെ, അതായത് DVD ഉണ്ടാവും. ആ DVDൻ്റെ അകത്ത് ഒരു ലേസർ ബീം പാസ് ചെയ്യും. പാസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് DVDൻ്റെ അകത്ത് ഡാറ്റ 0സും 1സും ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് പിറ്റ്സ് ആൻഡ് ലാൻഡ്സ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അതിനെ ഡിറ്റക്ട് ചെയ്തിട്ട് അതിനെ ടെക്സ്റ്റ് ആയിട്ടാണോ വീഡിയോ ആണോ ഓഡിയോ ആണോ നമുക്ക് ഏതാണോ ആ ഡാറ്റ ഉള്ളത് അതാക്കി കൺവേർട്ട് ചെയ്യും. അതാണ് റീഡ് ചെയ്യുക എന്നോട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് റൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബേൺ ചെയ്യുക എന്നാ പറയാം. ബേൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബ്ലാങ്ക് DVDയിലേക്ക് വീഡിയോസോ മ്യൂസിക്കോ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. അതിനെ നമ്മൾ എന്താ പറയുക, റൈറ്റ് ചെയ്യാന്ന് പറയാം. അതിലേക്ക് സേവ് ചെയ്യുക, അതിനാണ് റൈറ്റ് ചെയ്യാന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ട്രോങ്ങർ ലേസർ ബീം വരുമ്പോൾ ആ ബ്ലാങ്ക് DVD എന്താവും, റൈറ്റബിൾ ആയിട്ട് മാറും. അപ്പോൾ നമ്മൾക്ക് എന്താണോ റൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അതാ നമ്മൾ നേരത്തെ പറഞ്ഞ പിറ്റ്സ് ആൻഡ് ലാൻഡ്സിലേക്ക് നമ്മൾ സേവ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് പെർമനന്റ് ആയിട്ട് ഇവിടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇതാണ് DVDന്റെ റീഡും ആൻഡ് റൈറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ റീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ DVDയിലുള്ള ഒരു കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ DVDൻ്റെ അകത്ത് നമുക്കൊരു ഫിലിമൊക്കെ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വാച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു DVDൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മൾ പെൻഡ്രൈവിൻ്റെ അകത്തൊക്കെ നമ്മൾ ഉബുണ്ടു ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉബുണ്ടുവിൻ്റെ സോഫ്റ്റ്വെയർ നമ്മൾ അതിൽ ബൂട്ടബിൾ ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, റീഡ് ചെയ്യുക. ഇതൊക്കെയാണ് റീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. റൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാങ്ക് DVDയിലേക്ക് നമ്മൾ എന്തെങ്കിലും ഡാറ്റാസ് സ്റ്റോർ ചെയ്യുക, സേവ് ചെയ്യണേ നമ്മൾ എന്താ പറയുക, റൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബേൺ ചെയ്യുക എന്നാണ് പറയുക. ഓക്കെ, അതിന് ടൈപ്സ് ഓഫ് DVD റൈറ്റേഴ്സ് ഉണ്ട്. ഇന്റേണൽ DVD റൈറ്റർ ഉണ്ട്, അതുപോലെ എക്സ്റ്റേണൽ DVD റൈറ്റർ ഉണ്ട്. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ, അതായത് നമ്മുടെ മദർ ബോർഡിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുക, DVD റൈറ്റർ കണക്ട് ചെയ്ത് വെക്കുക. അതാണ് ഇന്റേണൽ DVD റൈറ്റർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കണക്ട് ചെയ്യുന്നത് സാറ്റ കേബിൾ അല്ലെങ്കിൽ IDE ഇന്റർഫേസ് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സാറ്റ കേബിൾ നമ്മളിനി നോക്കൂട്ടാ, കണക്ടർ പഠിക്കും. സാറ്റ കേബിൾ അല്ലെങ്കിൽ IDE ഇന്റർഫേസ് വെച്ചിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ഇനി എക്സ്റ്റേണൽ DVD ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നമ്മൾ USB ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പുറത്ത് കണക്ട് ചെയ്യുന്നതാണ്. ഇത് പോർട്ടബിൾ ആണ്. അത് നമുക്ക് ഇങ്ങനത്തെ ഒരു DVD ഡ്രൈവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഡ്രൈവ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സിസ്റ്റം യൂണിറ്റിലേക്ക് പുറത്തുനിന്ന് കണക്ട് ചെയ്യാം. അതാണ് എക്സ്റ്റേണൽ DVD ഡ്രൈവർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കമ്പ്യൂട്ടറുകളിലും ലാപ്ടോപ്പിലൊന്നും DVD റൈറ്റർ സെപ്പറേറ്റ് വരുന്നില്ല. അപ്പോൾ നമുക്ക് DVD എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു DVD റൈറ്റർ സെപ്പറേറ്റ് കണക്ട് ചെയ്താൽ മതി, പുറത്ത് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത് ബാക്കപ്പ് ചെയ്യാൻ, അതായത് എന്തെങ്കിലും നമ്മൾ കമ്പ്യൂട്ടറിലെ ഇൻഫർമേഷനൊക്കെ നമുക്ക് ബാക്കപ്പ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ, ഇപ്പോൾ ഏതെങ്കിലും DVDയിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഫെയിലിയർ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫർമേഷൻ, നമ്മുടെ ഡാറ്റ അവിടെ സേഫ് ആയിരിക്കും. അതുപോലെ
നമുക്ക് നമ്മുടെ DVD-യിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മ്യൂസിക്കോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ നമുക്ക് റൈറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ ബൂട്ടബിൾ DVD നമുക്ക് OS ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ബൂട്ടബിൾ DVD ഉണ്ടാക്കാം. ഇതിനൊക്കെയാണ് നമ്മൾ നോർമലി DVD റൈറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ പറഞ്ഞത്? DVD റൈറ്റർ. നെക്സ്റ്റ് ആണ് ഗ്രാഫിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഗ്രാഫിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ ഡിജിറ്റൽ ഇമേജസ്, അതുപോലെ ആനിമേഷൻസ്, അങ്ങനെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഗ്രാഫിക്സുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഗ്രാഫിക് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഗ്രാഫിക് സിസ്റ്റം നമ്മൾ സാധാരണ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, ഇപ്പോൾ ഗെയിമിങ്, ഇതിലൊക്കെയാണ് നമ്മൾ അങ്ങനെ ആനിമേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ഗ്രാഫിക് സിസ്റ്റം കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മദർ ബോർഡിൻ്റെ അകത്ത് PCI സ്ലോട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ PCI എന്ന് പറഞ്ഞാൽ പെരിഫറൽ കമ്പോണൻറ്റ് ഇൻ്റർകണക്റ്റ്. പെരിഫറൽ കമ്പോണൻറ്റ് ഇൻ്റർകണക്റ്റ്, അതാണ് PCIൻ്റെ ഫുള്ള്. അതൊരു കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിലുള്ള ഒരു സ്ലോട്ടാണ് PCI എന്ന് പറയുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമ്പ്യൂട്ടറുകളിലേക്ക് എക്സ്ട്രാ കമ്പോണൻസ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എക്സ്പാൻഷൻ കാർഡ്. അതായത് ഈ ഒരു സ്ലോട്ടിലേക്കാണ് നമ്മൾ എക്സ്ട്രാ കാർഡുകളൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നെറ്റ്വർക്ക് കാർഡ്, അതായത് ഇപ്പോൾ കമ്പ്യൂട്ടറുകളിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് NIC എന്ന് പറയുന്ന ഒരു കാർഡ് നമ്മളിനി പഠിക്കും ഈ മൊഡ്യൂളിൽ തന്നെ. ഒരു NIC കാർഡ് നമുക്ക് വേണം. ഓക്കെ, ഈ NIC കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലാപ്ടോപ്പ് ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും ഒക്കെ ഇൻ്റർനെറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ ഈ NIC കാർഡ് നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. അതുപോലെ മോഡം വെക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് TV ട്യൂണർ കാർഡ്സ് വെക്കാം, ഗ്രാഫിക്സ് കാർഡുകൾ, സൗണ്ട് കാർഡുകൾ, ഇങ്ങനെയുള്ള എല്ലാ കാർഡുകളും പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു എക്സ്പാൻഷൻ സ്ലോട്ടാണ് PCI എന്ന് പറയുന്നത്. ഓക്കെ, പെരിഫറൽ കമ്പോണൻറ്റ് ഇൻ്റർകണക്റ്റ്. പെരിഫറലിനെ ഇൻ്റർകണക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്ലോട്ടാണ് PCI എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മദർ ബോർഡിൽ അതിൻ്റെ പിക്ചർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ വൈറ്റ് കളറിൽ കാണുന്നതാണ് PCI സ്ലോട്ട് എന്ന് പറയുന്നത്, പെരിഫറൽ കമ്പോണൻറ്റ് ഇൻ്റർകണക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ PCI സ്ലോട്ട് നമ്മൾ പറഞ്ഞു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് CPU-യും RAM-ഉം അതുപോലെ PCI കാർഡ്സ് ഇടയിലുള്ള ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലോട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മളിവിടെ ഈ സ്ലോട്ടിൻ്റെ അകത്താണ് നമ്മുടെ ഇപ്പോൾ ഇൻ്റർനെറ്റിന് വേണ്ടിയിട്ടുള്ള NIC കാർഡൊക്കെ വെക്കുക. അപ്പോൾ ഈ NIC കാർഡ് വെച്ചിട്ടാണ് ഈ ഇൻ്റർനെറ്റിലുള്ള എല്ലാ കാര്യങ്ങളും, ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെല്ലാം പ്രോസസ്സറിലേക്ക് കൊടുക്കുക, പ്രോസസ്സറിന് തിരിച്ച് മെമ്മറിയിലേക്ക് കൊടുക്കുക, ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് PCI സ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന കമ്പ്യൂട്ടറുകളിൽ PCI വരുന്നില്ല, PCI എക്സ്പ്രസ് ആണ്, PCIe. ഓക്കെ, PCIe എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഇത് നമ്മൾ ആദ്യ കാലങ്ങളിൽ യൂസ് ചെയ്തിരുന്നതാണ്. ഇതുപോലത്തെ ഈ ഒരു വൈറ്റ് കളറിലുള്ള PCI സ്ലോട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പോഴത്തെ ഇതിലൊന്നും കാരണം ഇപ്പം നമ്മൾ സെപ്പറേറ്റ് ഓഡിയോ കാർഡും അതുപോലെ NIC കാർഡൊന്നും ഇപ്പോൾ സെപ്പറേറ്റ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇൻബിൽട്ട് ആയിട്ട് വൈഫൈനൊക്കെ ഉള്ള കാർഡുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ PCI സ്ലോട്ടിൻ്റെ ഇപ്പോൾ വരുന്ന PCI സ്ലോട്ടുകളല്ല വരുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വരുന്നത് PCI എക്സ്പ്രസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, PCI എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ പെരിഫറൽ കമ്പോണൻറ്റ് ഇൻ്റർകണക്റ്റ് എക്സ്പ്രസ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈ സ്പീഡ് കമ്പോണൻറ്റുകൾ. PCI എന്ന് പറഞ്ഞാൽ ലോ സ്പീഡ് കമ്പോണൻറ്റ്സ് നമ്മൾ സാധാരണ കണക്ട് ചെയ്തിരുന്നത്. PCI എക്സ്പ്രസ്സിലേക്ക് മാറിയപ്പോൾ നമുക്ക് ഹൈ സ്പീഡ് കമ്പോണൻറ്റുകളൊക്കെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് പ്ലേസ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. PCI എക്സ്പ്രസിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് വേർഷൻസ് ഉണ്ട്. X1, X4, X6, X60, അതായത് 1 ബിറ്റ്, 4 ബിറ്റ്, 8 ബിറ്റ്, അങ്ങനെ അതിൻ്റെ വേർഷൻസ് ഓരോ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഒരുപാട് PCI എക്സ്പ്രസ് കാർഡുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഓക്കെ, ഒരു മദർ ബോർഡിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഒരുപാട് PCI സ്ലോട്ടുകൾ ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് GPU, അതുപോലെ വൈഫൈ കാർഡുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞ SSD, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, PCIയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നമ്മൾ പഠിച്ച SSD ഉണ്ടായിരുന്നില്ലേ, ഹാർഡ് ഡിസ്ക്, ഈ ഹാർഡ് ഡിസ്ക് ഒക്കെ നമ്മൾ ഈ PCIe വെച്ചിട്ടാണ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞൊരു ബ്ലാക്ക് ബോക്സ് ആണെന്ന് പറഞ്ഞു അല്ലേ? ഒരു ബ്ലാക്ക് ബോക്സ് ആണ് ഹാർഡ് ഡിസ്ക് ഉണ്ടാവുക. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യണം, മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്നത് നമ്മുടെ PCI സ്ലോട്ട്, PCIe എന്ന് പറയുന്ന സ്ലോട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്.
അതിന് എവല്യൂഷൻ ഓഫ് PCI നോക്കാം. അതായത് സ്ലോട്ട് ആദ്യ കാലങ്ങളിൽ യൂസ് ചെയ്തിരുന്നതാണ് PCI. അതായത് 1990-കളിലൊക്കെയാണ് PCI യൂസ് ചെയ്തിരുന്നത്. അതിൻ്റെ സ്പീഡ് 133 MB ആണ്. ഒരു സെക്കൻഡിൽ ഇത്രയും ഡാറ്റയാണ് ഇതിന് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കുക. പിന്നെ അതിന് ശേഷം വന്നതാണ് AGP എന്ന് പറഞ്ഞാൽ കുറച്ചും നമ്മുടെ ഇന്ന് പഠിക്കുന്നുണ്ട് നെക്സ്റ്റ് ഗ്രാഫിക്സ് കാർഡുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ലോട്ടാണ് AGP എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 2.1 GB ആണ്. 1990-ന് ശേഷമാണ് ഇത് യൂസ് ചെയ്തത്. ഇത് മെയിനായിട്ട് ഗ്രാഫിക്സിന് മാത്രമായിരുന്നു AGP സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വരുന്നതാണ് PCI-X. ഇത് സെർവറിലൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. നമ്മൾ നോർമൽ കമ്പ്യൂട്ടറുകൾ നോർമൽ യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ വരുന്ന കമ്പ്യൂട്ടറുകളെല്ലാം ഉള്ളതാണ് PCI Express. ഇത് കുറച്ചും കൂടെ ഫാസ്റ്ററാണ്. 2000-ന് ശേഷം വന്നതാണ് PCI Express എന്ന് പറയുന്നത്. ഇതാണ് PCI Expressന്റെ പിക്ചർ. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിയത് PCI നോക്കി. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടതാണ് AGP. ഓക്കെ, അപ്പോൾ മദർ ബോർഡിലുള്ള നെക്സ്റ്റ് കമ്പോണൻ്റ് ആണ് AGP. ഇവിടെ കാണുന്ന ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് AGP. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് PCI ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് മദർ ബോർഡിൽ PCIe ആന്ന് പറഞ്ഞു. ഓക്കെ, അത് കുറച്ച് മുന്നത്തെ മദർ ബോർഡിൻ്റെ പിക്ചറാണ്. ഇനി നെക്സ്റ്റ് നോക്കേണ്ടതാണ് AGP സ്ലോട്ട്. മദർ ബോർഡിൽ AGP സ്ലോട്ട് നമ്മൾ യൂസ് ചെയ്യണത് ഗ്രാഫിക്സിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് AGP എന്ന് പറഞ്ഞാൽ ആക്സിലറേറ്റഡ് ഗ്രാഫിക്സ് പോർട്ട് എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡ് കണക്ഷൻ സ്ലോട്ടാണ്. ഇത് മെയിനായിട്ട് ഗ്രാഫിക്സ് കാർഡ്, അതായത് വീഡിയോ കാർഡ്, ഡിസ്പ്ലേ കാർഡ്, അതായത് ഇപ്പോൾ ഗ്രാഫിക്സ് ഇപ്പോൾ നമ്മുടെ ഓട്ടോ കാഡ് പോലുള്ള യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഗ്രാഫിക്സ് കാർഡും കൂടെ എക്സ്ട്രാ വേണം. അതുപോലെ നമുക്ക് ഹൈ എൻഡ് ഗെയിമിങ്സ് ഒക്കെ വീഡിയോ ഗെയിംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ, അതുപോലെ വീഡിയോ ഗെയിംസിൻ്റെ ഒക്കെ ഡെവലപ്പേഴ്സ് ഇവരൊക്കെയാണ് ഈ എല്ലാ സിസ്റ്റത്തിലും AGP കാർഡ് വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ അത് ഗ്രാഫിക്സ് ഒക്കെ ആവശ്യമായിട്ട് വരുന്ന സിസ്റ്റംസിലാണ് നമ്മൾ AGP പോർട്ടിൽ നമ്മൾ ഈ ഗ്രാഫിക്സ് കാർഡ് പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പം അതിൻ്റെ മുന്നേ നമ്മൾ PCI സ്ലോട്ടായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അവിടെ അത്രയും നമുക്ക് 3D ഗ്രാഫിക്സ് ഒന്നും അതേപോലെ ഗെയിമിംഗ് ഒന്നും അത്ര ക്ലിയറിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം അതിന് ശേഷം വന്നതാണ് AGP എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാഫിക്സ് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് AGP യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ CPU-യും ഗ്രാഫിക്സ് കാർഡും തമ്മിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിട്ടുണ്ട് ഈ AGP പോർട്ട് വന്നതോട് കൂടിയിട്ട്. അതുപോലെ 3D റെൻഡറിങ്, വീഡിയോ പ്ലേബാക്ക് ഇതൊക്കെ കുറച്ചും കൂടെ ഹൈ ഡെഫിനിഷനിൽ ക്ലാരിറ്റിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ കമ്പ്യൂട്ടർ മെമ്മറിയും ഗ്രാഫിക്സ് കാർഡ് CPU ഒക്കെ ഡയറക്റ്റ് കണക്ഷൻ കുറച്ചും കൂടെ സ്പീഡാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ AGP എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഡാറ്റ ട്രാൻസ്ഫറിങ് ഒക്കെ നടക്കുന്നുണ്ട്. അതാണ് ഡെഡിക്കേറ്റഡ് ബാൻഡ് വിഡ്ത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഫാസ്റ്റർ ലോഡിംഗ് ആണ്. ഗ്രാഫിക്സിൻ്റെ ഒക്കെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ടെക്സ്ചേഴ്സ് ഒക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇതിന് നമുക്ക് AGP യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, AGPൻ്റെ ഇതാണ് പിക്ചർ. ഇപ്പം നോർമലി ഒരു ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലാണ് ഉണ്ടാവുക. ഇതാണ് PCI സ്ലോട്ട്. ഇനി PCIe ഇൻ്റെ പിക്ചറാണ്. ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് PCIe എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഹൈ ക്വാളിറ്റി ആണ്, ഫാസ്റ്റ് പെർഫോമൻസ് ആണ്. പിന്നെ മെയിൻ മെമ്മറി നെറ്റ്, AGPക്ക് മെയിൻ മെമ്മറി നെറ്റ് ഇവിടെയാണ് മെയിൻ മെമ്മറി ഉണ്ടാവുക. അപ്പോൾ ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട് മെയിൻ മെമ്മറിയുമായിട്ട്. ഓക്കെ, അപ്പോൾ അത് കണക്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ച സൗത്ത് ബ്രിഡ്ജിലൂടെയാണ് ഡയറക്റ്റ് കണക്ഷൻ വരുന്നത്. ഓക്കെ, ഇനി ഇതാ CPU ആൻഡ് പ്രൊസസ്സറിൻ്റെ അതേ സ്പീഡിൽ തന്നെ നമ്മൾ പറഞ്ഞു ഈ നോർത്ത് ബ്രിഡ്ജ് വഴി AGPയും പ്രൊസസ്സറും മെമ്മറിയും തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ CPUവിൻ്റെ അതേ സ്പീഡിൽ തന്നെ AGPക്കും ഈ ഗ്രാഫിക്സ് കാർഡിനും വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് മെയിൻ മെമ്മറീൻ്റെ അകത്താണ് ഇതിൽ 3D ഇമേജസ് ഒക്കെ സ്റ്റോർ ചെയ്യണത്. ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലാണ് AGP നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും ഒരു ചെറിയ ആൽഫബറ്റിൽ AGP എന്നൊക്കെ. PCIൻ്റെ അവിടെ ഒക്കെ എഴുതിയിട്ട് അങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യട്ടെ ഏത് സ്ലോട്ടാന്നുള്ളത്. മദർ ബോർഡിൽ ചെറുതാക്കിയിട്ട് എഴുതിയിട്ടുണ്ടാവും PCI. ഇപ്പോൾ PCIe എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? AGP ക്ലിയർ അല്ലേ? ഇപ്പം AGPൻ്റെ ഫുൾ ഫോം എന്താണ്? AGPൻ്റെ ഫുൾ ഫോം എന്താ? AGPൻ്റെ ഫുൾ ഫോം എന്താ? ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആക്സിലറേറ്റഡ് ഗ്രാഫിക്സ് പോർട്ട്.
ആക്സിലറേറ്റർ ഗ്രാഫിക്സ് പോർട്ട് നമ്മൾ അതിൻ്റെ ലിമിറ്റേഷൻസ് നോക്കാം. അത് ലിമിറ്റഡ് ബാൻഡ് വിഡ്ത്ത് ആണ്. അതായത് കോംപ്ലക്സ് അതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള ഗ്രാഫിക്സ് ഒന്നും ഇത് ഇതിൻ്റെ ബാൻഡ് വിഡ്ത്തൊക്കെ വളരെ കുറവാണ് AGPൻ്റെ കേസിൽ. പിന്നെ അതുപോലെ AGP ഓൾഡർ ടെക്നോളജിയാണ്. ഇപ്പം അത് നമ്മൾ പറഞ്ഞ PCI എക്സ്പ്രസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതാണ് എന്താ AGPനെക്കാളും കുറച്ചും കൂടെ ഫാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ എവല്യൂഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് PCI വന്നു, പിന്നെ PCIൻ്റെ അകത്ത് ഗ്രാഫിക്സ് ഒന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ സെപ്പറേറ്റ് ഗ്രാഫിക്സിന് വേണ്ടി AGP കൊണ്ടുവന്നു. പിന്നെ അതിന് ശേഷം വന്നതാണ് PCIe. ഇതിൻ്റെ അകത്ത് ഗ്രാഫിക്സും എല്ലാം ഒന്നിച്ചിട്ട് PCI എക്സ്പ്രസ്സിൽ വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അധികം AGP യൂസ് വരുന്ന മദർ ബോർഡിലൊന്നും AGP സെപ്പറേറ്റ് വരുന്നില്ല. പിന്നെ AGP ടെക്നോളജി എന്താ ഇപ്പോൾ ഒബ്സലേറ്റ്, അതായത് ഇപ്പോൾ അധികം യൂസ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത് വീഡിയോ കാർഡ്സിനും മദർ ബോർഡിനൊക്കെ എല്ലാ മദർ ബോർഡിനും ഇതെന്താ കോമ്പാക്റ്റബിൾ അല്ല. ഓക്കെ, അപ്പോൾ മദർ ബോർഡ് തന്നെ പല പല കമ്പനീസിൻ്റെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് കോമ്പാക്റ്റുകൾ അല്ലാത്തത് കാരണം, അതുപോലെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തത് കാരണം തന്നെ ഇപ്പം അധികം AGP യൂസ് ചെയ്യാറില്ല. പിന്നെ പവർ കൺസംഷൻ വളരെ കൂടുതലാണ്. ഓക്കെ, എമൗണ്ട് ഓഫ് പവർ അത് യൂസ് ചെയ്യുന്ന എമൗണ്ട് കൂടുതലാണ്. പിന്നെ ഹീറ്റ് ജനറേഷൻ, ഇപ്പോൾ AGP വീഡിയോ കാർഡ്സ് ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ അത് ചൂടാവും. ഓക്കെ, അത് അതിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ സ്റ്റെബിലിറ്റിനെ തന്നെ ബാധിക്കണം. അത് ഓവർ ഹീറ്റ് ഒക്കെ ആവും. അതുകൊണ്ട് തന്നെ AGP പോർട്ടുകൾ ഇപ്പോൾ അധികം യൂസ് ചെയ്യാറില്ല. അപ്പം ഇതിൻ്റെ ഡിഫറൻസ് നോക്കാം AGPയും PCയും. AGP നമ്മൾ പറഞ്ഞു പോർട്ടാണ്, PCI എന്ന് പറഞ്ഞ ഒരു ബസ്സാണ്. ഓക്കെ, പിന്നെ AGP നോർമലി അതിൻ്റെ ക്ലോക്ക് സ്പീഡ് കൊടുത്തിട്ടുണ്ട്. PCIൻ്റെ ക്ലോക്ക് സ്പീഡ്, അതിൻ്റെ ട്രാൻസ്ഫർ റേറ്റ് ഇവിടെ 2130, അതായത് ഒരു സെക്കൻഡിനുള്ളിൽ ഇത്രയും ബൈറ്റ്സ് ഓഫ് ഡാറ്റ ഇതിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇതിന് 132 ബൈറ്റ്സ് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ AGPൻ്റെ അകത്ത് ഒരു സെപ്പറേറ്റ് മെമ്മറി ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ മെയിൻ മെമ്മറിയിലാണ് ഡാറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്. PCൻ്റെ അകത്ത് ഒരു ലോക്കൽ മെമ്മറി ഉണ്ട്. അപ്പോൾ ആ ലോക്കൽ മെമ്മറിയിലാണ് അതിലെ വീഡിയോ കാർഡിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ ഇത് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ AGPൻ്റെ അകത്ത് ടെക്സ്ചർ മാപ്സ്, അങ്ങനെ കുറച്ചും കൂടെ ഹൈ ഡെഫിനിഷൻ ആനിമേഷൻസ് ഗ്രാഫിക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ അകത്ത് നമ്മൾ വീഡിയോ കാർഡിൻ്റെ ആ മെമ്മറിൻ്റെ അകത്ത് തന്നെയാണ് ഇത് സ്റ്റോർ ചെയ്യണത്. പിന്നെ AGP ഇൻഫർമേഷൻ അത് ഒരേ സമയം ഒരുപാട് ഇൻഫർമേഷൻ ഇതിന് റിസീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ ഗ്രാഫിക്സ് ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് ഓരോ ഗ്രൂപ്പ് ബൈ ഗ്രൂപ്പ് ആയിട്ടാണ് ചെയ്യണത്. ഇവിടെ ഒരു അറ്റ് എ ടൈം എല്ലാം കൂടെ ഒന്നിച്ചാണ് പാസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഗ്രൂപ്പ് ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ തന്നെയാണ് AGP എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെ മൾട്ടിപ്പിൾ റിക്വസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡ് കുറവായിരിക്കും. ഇതാണ് AGPയും PCIയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? എന്താണ് കമ്പ്യൂട്ടർ മദർ ബോർഡിന്റെ പാർട്സ് ആണ് പറഞ്ഞത്. അപ്പം എന്താണ് നോർത്ത് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നോർത്ത് ബ്രിഡ്ജ് എന്തിനാ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ ഓരോരുത്തരെ വിളിക്കണ. നോർത്ത് ബ്രിഡ്ജ് എന്തിനായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്?